ഇന്ന് ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ? ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമല്ലേ എന്തോ ഒരു സന്തോഷമുള്ള കാര്യത്തിനാണെന്ന്. അങ്ങനെ ഇവ വെക്കേഷൻ വന്നപ്പോൾ തുടങ്ങി പറയണം കേട്ടോ, ചിറ്റേ ചോക്കോബൺ മേടിച്ച് തരണം എന്ന്. അപ്പോൾ നമുക്ക് വൈറ്റിലേന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്, എരൂര് ഭാഗത്തായിട്ടാണ് ഈ ചോക്കോബണിൻ്റെ കട കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറയെ ഇങ്ങനെ ചോക്ലേറ്റ് ഫില്ല് ചെയ്തേക്കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പാഴ്സൽ വാങ്ങി. അപ്പോൾ അവൻ്റെ സമാധാനത്തിന് ഒരു ബോക്സ് ചെറിയ ബോക്സ് ഞാൻ അവന് പിടിക്കാൻ കൊടുത്തു കേട്ടോ. എന്നാലും അവനത് താഴെ ഇട്ടു. അതുകൊണ്ട് തന്നെ ബോക്സിൽ ഇങ്ങനെ ഫുള്ള് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ പീസ് മാത്രം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി 8 എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം 8, 16, 28 ഒക്കെ എടുത്താട്ടോ ഞങ്ങളുടെ എറണാകുളത്തോട് വണ്ടി ഓടിച്ച് വീട്ടിലെത്താൻ സാധിക്കുക. അങ്ങനെ ഞങ്ങൾ എല്ലാ സർക്കസും കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കേശുവിനെ അതിൻ്റെ ഇടയ്ക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാട്ടുപാടിയും കഥ പറഞ്ഞൊക്കെ ഇരുന്ന് ഒരുവിധം ഉറക്കാതെ ഞാൻ വീട് വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേപ്പ് എടുക്കാനുള്ള ക്ഷമ പോലും അവനില്ല. അവനങ്ങനെ കൊതി കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മുഴുവനൊന്നും അവന് കഴിക്കാനൊന്നും അല്ല കേട്ടോ. അവനതിങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കിളിപ്പറിച്ചൊക്കെ അവിടെ പീച്ചിക്കുട്ടിയൊക്കെ അവിടെ വെക്കും. അവന് മധുരം കുറേ കഴിച്ച് കഴിയുമ്പോൾ അവനൊരു മത്ത് പിടിക്കുമല്ലോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഫില്ല് ചെയ്തേക്കണതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാട്ടോ. ഞാൻ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തത്, എനിക്ക് ഇതാട്ടോ ഇഷ്ടം. അതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുക, നല്ല പീസായിട്ടിരിക്കും. അവിടെ നിന്ന് തന്നെയാണെങ്കിൽ നല്ല ഇങ്ങനെ ഒഴുകൂട്ടോ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ കേശുവിൻ്റെ ഇവിടെ നക്കലും തുടക്കലും കഴിഞ്ഞ് നല്ല